ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കരിയർ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഏതിനാണ് പഠിക്കേണ്ടത്, എനിക്ക് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് തുറന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് നല്ലത് തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ. ഇനി +2 കഴിഞ്ഞ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഡിപ്ലോമ കഴിഞ്ഞു, ഞാൻ എന്താണ് തുടർന്ന് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കുറേ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മുടെ ചാനൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനി എല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ ഏത് ജോബിനാണ് പോകേണ്ടത് അല്ലേ, അങ്ങനെ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡൗട്ടുകളുടെ എല്ലാം ആൻസർ നമ്മുടെ ലേണിലും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡെയിലി ജോബ് അപ്ഡേറ്റ്സും കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞത്. ഒറ്റ ഉത്തരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏവരും കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് റെയിൽവേയിൽ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നുള്ള പോസ്റ്റിൽ 9,970 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 9,970 വാക്കൻസീസ്. മെയ് 11 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 148 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 148 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ 362 വാക്കൻസീസ് ആണ് ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ മുംബൈയിലാണെങ്കിൽ 342 വാക്കൻസീസ് തന്നെയാണ് മുംബൈയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുംബൈയിൽ SSCR CR കാറ്റഗറിയിൽ SSCR സോണിൽ 22ഉം CRൽ 376ഉം WRൽ 342 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു 9,970 വാക്കൻസീസ് ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് സെക്കന്ദരാബാദിലാണ്. 967 വാക്കൻസീസ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് കേരളത്തിലാണെങ്കിൽ 148 വാക്കൻസീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ കേരളത്തിന് അടുത്താണെങ്കിൽ എന്താണ്, ചെന്നൈയിൽ എത്ര വാക്കൻസീസ് ആണ്? 362 വാക്കൻസീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ അഹമ്മദാബാദ് നല്ല സ്ഥലമാണ് വർക്ക് ചെയ്യാൻ അല്ലേ. അഹമ്മദാബാദിൽ 497 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്? ITI ഡിപ്ലോമ ഡിഗ്രി ഹോൾഡേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? മെയ് 11 അല്ലേ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 11. നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെയല്ല, നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നറിയാം. കാര്യം നമ്മുടെ ലേണിംഗ് നമ്മൾ എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് വൈസും PDF-ഉം എല്ലാ കാര്യങ്ങളും നോട്ട്സും ക്ലാസ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ for more details of LP courses, contact 7902917150 or 9074311775. Okay. മോക്ക് ടെസ്റ്റ്, PYQ സീരീസ്, ക്രാഷ് കോഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ. 18 to 30 ആണ്. സാലറി വന്നിട്ട് 19,900 ആണ്. ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 400 രൂപ തിരികെ നൽകുന്നതായിരിക്കും. ഹാജരാക്കുന്നവർക്ക്. ഓക്കെ, പട്ടുവിഭാഗം, വിമുക്തഭടൻ, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ, ന്യൂനപക്ഷ വിഭാഗക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നിവർക്ക് 250 രൂപ മതിയായിരിക്കും. നമുക്കറിയാം മെയിൻസും ഉണ്ട് പ്രിലിംസും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഒന്നാം ഘട്ട CBTക്ക് ഹാജരാക്കുന്നവർക്ക് 250 രൂപ തിരികെ നൽകുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ഫീസുകൾ അടയ്ക്കേണ്ടത്. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് CBT ആണ്. CBT രണ്ടാമത്തെ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, CBAT. ഓക്കെ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഘട്ടങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ എക്സാമുകളും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേനയാണ് ഇതിലെ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ആദ്യത്തേതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT. ദെൻ CBAT മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയായിരിക്കും അതിൻ്റെ തെരഞ്ഞെടുപ്പ് വരിക. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വെബ്സൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. www.rrb.tiruvanthapuram.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര വാക്കൻസീസ് ആണുള്ളത്? 9,970 വാക്കൻസീസ് ആണുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ മെയ്
11 തിരുവനന്തപുരം RRBയിൽ മാത്രം 148 ഒഴിവുകളാണുള്ളത്. ITI എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.